ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു Q&A ആണ്. അപ്പോൾ കുറേ നാളായി ഒരു Q&A ചെയ്യണമെന്ന് കരുതാണ്. ലാസ്റ്റ് 50K സബ്സ്ക്രൈബേഴ്സും 100K സബ്സ്ക്രൈബേഴ്സും ആയപ്പോഴാണ് ഞാനൊരു Q&A രണ്ടെണ്ണം ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ Q&A വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറയുക, എന്നെക്കുറിച്ച് അറിയാൻ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ 4 ലക്ഷം കഴിഞ്ഞു. കുറേ പേർക്ക് എന്നെക്കുറിച്ച് അറിയാനുണ്ടായിരിക്കും. എൻ്റെ ഫുൾ നെയിം അറിയാത്തവരുണ്ട്. കുറേ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഒരു Q&A നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ 1.5 മാസമായിട്ടുണ്ട്. 2 മാസം മുന്നേ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് ഷോർട്സിലും കമ്മ്യൂണിറ്റി പോസ്റ്റും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഗൈസ് എനിക്ക് ടൈം കിട്ടിയത്. ഇതിപ്പോൾ ഡിസംബർ 30-31 എൻ്റെ വെക്കേഷനും കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ടൈം കിട്ടിയ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇനി എന്തായാലും ഇത് വെച്ച് വൈകിപ്പിക്കാതെ നമുക്ക് 2025 മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു വ്ളോഗ് ഇടാമെന്നങ്ങ് കരുതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ കഴിഞ്ഞ വട്ടം എനിക്ക് വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളത് വേറെ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ എൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. കഴിഞ്ഞ 2 വ്ളോഗിലായിട്ടും ഞാൻ എൻ്റെ പേരിൽ നിന്ന് തന്നെ തുടങ്ങുന്നത്. എൻ്റെ ഫുൾ നെയിം വന്നിട്ട് ദിയ ഫർസാന എന്നാണ്. ദിയ ഫർസു എന്നുള്ളത് യൂട്യൂബ് ചാനൽ ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് ഇട്ടതാ ദിയ ഫർസു എന്നുള്ള പേര്. ഫർസാന എന്ന് ജസ്റ്റ് ഒന്ന് ഫർസു ആക്കി, അത്രേ ഉള്ളൂ. അപ്പോൾ ദിയ ഫർസാന എന്നാട്ടോ എൻ്റെ പേര്. അപ്പോൾ സ്ഥലം ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് വന്നിട്ട് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. പിന്നെ വാട്ട് യു സ്റ്റഡി നൗ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഡിഗ്രി ആണ് പഠിക്കുന്നത്, BA ഇംഗ്ലീഷ്. ആയൂർ മർത്തോമ കോളേജിലാട്ടോ പഠിക്കുന്നത്. പിന്നെ നെയിം ഓഫ് പേരൻസ്, എൻ്റെ പേരൻസിൻ്റെ പേര് സീനത്ത് മുസ്തഫ. ഓക്കെ, ഫേവറേറ്റ് കളർ ചോദിച്ചിട്ടുണ്ട്. ബ്ലാക്ക്. കഴിഞ്ഞ എൻ്റെ വ്ളോഗിൻ്റെ പേരെന്തായിരുന്നു, ഹൂ നോസ് മീ ബെറ്റർ വ്ളോഗിനകത്ത് ഞാൻ എൻ്റെ ഫേവറേറ്റ് കളർ കുറച്ച് കാര്യങ്ങളൊക്കെ അത് കാണുമ്പോഴേ എന്നെക്കുറിച്ച് പിടികിട്ടും. പിന്നെന്താ, ബെസ്റ്റ് ഫ്രണ്ടായിട്ടല്ല, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. ഫ്രണ്ടായിട്ട് ഒരാളായിട്ട് ഇല്ല, എല്ലാവരും കുറച്ച് അധികം ആൾക്കാരുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി മേക്കപ്പ് വർക്ക് യു ഡു. ഞാൻ ഇതുവരെ ഇപ്പം പഠിച്ചിറങ്ങിയിട്ട് അൽഹംദുലില്ലാ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എണ്ണമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്, അത് മാത്രം അറിയാം. എണ്ണമൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കും എനിക്കിഷ്ടമാണ്. നമ്മൾ അങ്ങനെ ഇഷ്ടപ്പെടണമല്ലോ. ഫസ്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് വേണം, നമ്മൾ എല്ലാ ബ്രൈഡ്സിനെ അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ള ബ്രൈഡ്സ് എല്ലാം നല്ല അടിപൊളി വൈബ്. എൻ്റെ എന്താ പറയുക, നമ്മൾ സംസാരിച്ചായിരിക്കും, അവരുടെ ലവ് സ്റ്റോറി ആവട്ടെ, ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ എല്ലാം നമുക്ക് ഒരു സ്റ്റോറി ആയിരിക്കും നമ്മൾ ആ വർക്ക് ചെയ്ത് തീരുന്നത് വരെയും. അങ്ങനെ എല്ലാ ബ്രൈഡ്സുമായിട്ട് ഒരു കണക്ഷൻ നമ്മൾ കീപ്പ് ചെയ്തിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും എനിക്കിഷ്ടമായിരിക്കും എന്നല്ല, എല്ലാവരും എനിക്കിഷ്ടമാണ്. പിന്നെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബ്രൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡ്രീം പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. ഡ്രീം പ്ലേസ് വന്നിട്ട് താജ്മഹൽ കാണണമെന്നുണ്ട് ഗൈസ്. കുറച്ച് നാളത്തെ ആഗ്രഹമാണ്. അവിടെ ചെന്നിട്ട് ഷോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി റീൽസിലൊക്കെ കാണുന്ന പോലെയൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഞാനത് നോക്കിയായിരുന്നു, നമ്മളിങ്ങനെ പോയാലൊന്ന് പ്ലാനൊക്കെ ഇട്ടപ്പോൾ അവിടുത്തെ താജ്മഹൽ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഭംഗി നേരിട്ട് കാണുമ്പോൾ ഇല്ല. ആ ഒരു എന്താ പറയുക, വൈറ്റ് കളറൊക്കെ ഫേഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ താജ്മഹൽ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കട്ടെ എന്നൊക്കെയാണ് കുറച്ച് പേരൊക്കെ പറഞ്ഞത്. പിന്നെ പോകാൻ പറ്റിയിട്ടില്ല, അത് വേറൊരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഉണ്ടാക്കിയതിൽ ഇഷ്ടപ്പെട്ട കേക്ക് ഫ്ലേവർ. ഉമ്മ ഉണ്ടാക്കിയതിലല്ല, ഞാൻ ഒരു കേക്കും ഞാൻ അങ്ങനെ കഴിക്കത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവിടെ രാവിലെ എണീക്കുമ്പോൾ തന്നെ കേക്കിൻ്റെ കുറേ കേക്ക് ചെയ്തതിൻ്റെ മണവും ഈ ബേക്കറിയിലൊക്കെ പോകുന്നൊരു സ്മെല്ലുണ്ടല്ലോ. കേക്ക് ഇവിടെ കേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കും എനിക്ക് പൊതുവേ കേക്കിനോട് വലിയ ഇഷ്ടമില്ല. ഉമ്മച്ചി ഉണ്ടാക്കുന്നതാണെങ്കിൽ ബർത്ത്ഡേക്ക് എനിക്ക് ഉണ്ടാക്കി തരുന്ന ആ ഒരു കേക്കുകളൊക്കെ കഴിക്കും. സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ കഴിക്കും. അല്ലാതെ മടുത്തിരിക്കുക കേട്ടോ. കഴിച്ചല്ല, ഇതൊക്കെ കണ്ട് ക്രീമും കേക്കും അതൊക്കെ കണ്ട് തന്നെ മടുത്തിരിക്കുക, അതേ ഉള്ളൂ. അല്ലാതെ കേക്കിനോട് വിരോധമൊന്നുമില്ല ഗൈസ്. പിന്നെന്താ, ഫേവറേറ്റ് ഫുഡ് എന്തായിരുന്നു, ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും. മിക്സഡ് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ്, മന്തി ഇഷ്ടമാണ്. എനിക്ക് ഒന്നെങ്കിൽ അറബിക് ഫുഡ് അല്ലെങ്കിൽ ചൈനീസ്, രണ്ടും മിക്സ്ഡ് ആയിട്ട് എനിക്ക് എല്ലാം ഇഷ്ടം കേട്ടോ. എന്നെ തിരിച്ചടിക്കാത്ത എന്തും ഞാൻ കഴിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ഫോർ യുവർ മോം, വൈ 1 baby. ഇവിടെ ഉമ്മച്ചിക്കും വാപ്പയ്ക്കും ഞാൻ ഒരാൾ മാത്രമല്ലായിരുന്നു, ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് 6 years മാരേജ് കഴിഞ്ഞ് 6 years കഴിഞ്ഞിട്ടാണ് ഒരു ബേബി ആവുന്നത്. അത് വന്നിട്ട് 7 month സെറിമണി ഒക്കെ ഇല്ല, നമുക്ക് 7ാം മാസ ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തലേദിവസം സ്കാനിങ്ങിന് പോയപ്പോൾ ഇതുപോലെ കുഞ്ഞ് മരിച്ചു കിടക്കുമായിരുന്നു വയറ്റിൽ. എന്തോ ഇഷ്യൂസ്, എനിക്കറിയത്തില്ല, എന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പം അനക്കമില്ലായിരുന്നു, മരിച്ചു കിടക്കുന്നു. അതൊരു പെൺകുഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ എന്താ നോർമൽ ഡെലിവറി പോലെ നടത്തി. അങ്ങനെ അബോർഷനും അല്ലായിരുന്നു,
നോർമൽ ഡെലിവറി പോലെ കുഞ്ഞിനെ എടുത്ത് ഒരു പെൺകുഞ്ഞാണെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ കഴിഞ്ഞതായിരുന്നു. അതിനുശേഷമാണ് 7 years ഒക്കെ ആയപ്പോഴാണ് എന്നെ കിട്ടിയത്. കാത്തിരുന്ന് കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ടും കുറേ ഇതുപോലെ ബേബിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് കിട്ടിയില്ല. എന്നെ മാത്രമേ ഇവർക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതാണ്, ഞാൻ മാത്രമല്ല ഗൈസ്, അതാണ് ഞാൻ ഒരാളായിപ്പോയത്. അതിനുശേഷം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി ഞാൻ മാത്രമായി. അപ്പോൾ അതാണ് ഉമ്മച്ചിക്ക് എന്തുകൊണ്ട് ഒരാളായിപ്പോയത് എന്നുള്ളതിൻ്റെ റീസൺ. അതുപോലെ തന്നെ ഈ വെഡിങ് ആനിവേഴ്സറി വരുമ്പം ഞാൻ ഇവരുടെ ഇന്ന വർഷം 25 ഇപ്പോൾ 26 വർഷം ഇവർ ഒന്നിച്ച് കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ സ്റ്റോറിയും ഇതുപോലെ ഷോർട്സിലൊക്കെ ഇടുമ്പം കണക്ക് കൂട്ടൽ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, നിനക്ക് 18, അതെങ്ങനെ അങ്ങോട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത്തിരി ലേറ്റായിട്ട് വന്ന ഒരാളെ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണമെന്നാണ്. പക്ഷേ വന്നിട്ടില്ല അതിൻ്റെ അവസ്ഥ. ഓക്കെ ഗൈസ്, അടുത്ത് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പിന്നെ ഡിഡ് യു ലൈക്ക് യുവർ കോളേജ്? അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ കോളേജ് +2 സമയത്ത് തന്നെ കോളേജ് ലൈഫ് അല്ലെങ്കിൽ കോളേജ് ചെന്നാൽ അങ്ങനെ ആയിരിക്കണം, കോളേജ് അടിപൊളി കോളേജ് ആയിരിക്കണം, ഇങ്ങനെ ഒന്നുമേ എനിക്കില്ലായിരുന്നത് കൊണ്ട് ഞാനിപ്പോൾ പോയ കോളേജ് എനിക്ക് കൊള്ളാം. പിന്നെ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് കിട്ടിയ കോളേജ് ആയിരുന്നു എൻ്റെ എന്നുണ്ടെങ്കിൽ പണി കിട്ടിയേനെ. വലിയ പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ എന്നും പോകുന്നു വരുന്നു സ്കൂൾ, അത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വേറൊരു സ്കൂളിലാണ് ഇപ്പോൾ പഠിക്കുന്നത്, കോളേജിലല്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പക്ഷെ കുഴപ്പമില്ല ഗൈസ്, എനിക്ക് ഓക്കെയാണ്. പലർക്കും പല ഇതാണല്ലോ. പിന്നെ ഹാപ്പി ഓർ സാഡ് നോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല ഗൈസ്, സാഡായിട്ടൊന്നുമില്ല. ഹാവ് എനി ക്രഷ് ഇൻ കോളേജ്? ഇല്ല, ക്രഷ് ഇല്ല എനിക്ക്. കോളേജിൽ ക്രഷ് ഇല്ല കേട്ടോ. ക്രഷ് വരാനുള്ള സന്ദർഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വിചാരം ഈ സിനിമയിലും ഇതിലൊക്കെ കോളേജ് ലൈഫിൽ കാണുന്ന പോലെ ചെല്ലുമ്പോഴേ ക്രഷ് അടിക്കും അല്ലെങ്കിൽ ഒരു ലൈൻ സെറ്റ് ആകും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. കോളേജിൽ അങ്ങനെ ക്രഷൊന്നും ഇല്ല. എനിക്ക് ഇതുവരെ ക്രഷ് അടിച്ചിട്ടില്ല എന്നല്ല, എനിക്ക് ക്രഷൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഓക്കെ, ഇപ്പം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു വട്ടം എനിക്ക് ഒരാളെ ക്രഷ് അടിച്ചെന്ന് വിചാരിക്കും, രണ്ടാമത് ആളെ നോക്കിയാൽ വേണ്ട എന്നൊരു ഫീലായിരിക്കും. ക്രഷൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ഈ കോളേജിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ അടുത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഓരോരോ ഇതൊക്കെ ഉണ്ടല്ലോ, അടുത്ത് ആരെങ്കിലും വന്നിരിക്കുന്നു, നമ്മളുടെ അടുത്ത് പേര് ചോദിക്കുന്നു, അപ്പോൾ ക്രഷ് അടിക്കുന്നു, അങ്ങനെയൊക്കെ ഞാൻ കുറേ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളത് മോളെ ഒന്ന് എണീറ്റ് നിൽക്കാവോ, ഞാൻ എന്ത് ചെയ്യും, ഓക്കെ ആൻറ്റി, ഓക്കെ അങ്കിൾ എന്ന് പറഞ്ഞ് എണീറ്റ് നിന്ന്, അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ വേറെ ഫാൻറ്റസി രീതിയിൽ ഒന്നും ആരും വന്നിട്ടില്ല ഗൈസ്. പിന്നെ ഒരു കാര്യം, ഈ വ്ളോഗ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ വാപ്പിയായിരിക്കും കാണുന്നത്. വാപ്പി ഇത് കണ്ടിട്ട് വിചാരിക്കും ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. പക്ഷെ വാപ്പി ഇതൊക്കെ ഓരോരോ എക്സ്പെക്റ്റേഷൻസ് കാര്യങ്ങളൊക്കെയാ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഗൈസ്. ഫേവറേറ്റ് തമിഴ് ആക്ടർ ആൻഡ് മലയാളം ആക്ടർ? മലയാളം ആക്ടർ മമ്മൂക്കായി ഇഷ്ടമാണ്. തമിഴില് ഈ വിജയ് സൂര്യ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ സിനിമ വരുന്ന അനുസരിച്ച് എനിക്ക് വിജയ് സേതുപതി ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമാണ്, അതിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും ഇഷ്ടമാണ്. എനിക്കങ്ങനെ ആരോടും ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് എല്ലാവരും ഒരുപോലൊക്കെയാണ്. ഫേവറേറ്റ് കളറ് ബ്ലാക്ക്, ഫേവറേറ്റ് ജ്യൂസ് ഓറഞ്ച്. 12th റിസൾട്ടിനെ കുറിച്ച്, 12th റിസൾട്ട് ഞാനൊരു ഫുൾ വ്ളോഗ്, എൻ്റെ റിയാക്ഷൻ ഉൾപ്പെടെയുള്ള വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കയറി കണ്ടാൽ മതി. കാരണം ഈ റിസൾട്ടിനെ കുറിച്ചൊന്നും എന്നോട് ചോദിക്കല്ലേ, ഞാൻ ഓർത്തിരിക്കത്തില്ല. എൻ്റെ റിസൾട്ടും മാർക്കും ഒന്നും ഓർത്തിരിക്കത്തില്ല. ആ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്. എന്താ ഈ റിസൾട്ടിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ 12th റിസൾട്ടിൻ്റെ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. തോക്കൂന്ന് വിചാരിച്ച് ഞാൻ ജയിച്ചത് എങ്ങനെയാണ് ആ ഒരു റിയാക്ഷൻ, അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, എനിക്ക് കോഡ് സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും, ഞാൻ റിപ്പീറ്റ് തന്നെ കുറേ ഒരു ഡ്രസ്സ് തന്നെ റിപ്പീറ്റ് ഒക്കെ ഇടാറുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുള്ള കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് കോഡ് സെറ്റ്. ഇത്താക്ക് ഉമ്മാനെയാണോ വാപ്പിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കഴിഞ്ഞ 2 വ്ളോഗിലായിട്ടും ഞാൻ പറഞ്ഞു വരുന്ന സെയിം ഡയലോഗ് തന്നെ എനിക്ക് പറയാനുള്ളൂ. വാപ്പിയാണ് എനിക്കിഷ്ടം. പക്ഷെ ഉമ്മായെ ഒരു ദിവസം പോലും, കുറച്ച് നേരം പോലും കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ മനസ്സിലാക്കണം എങ്ങനെ, എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പക്ഷെ വാപ്പിയെ എനിക്കിഷ്ടം, പക്ഷെ ഉമ്മായെ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഇത്താടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ 29/3/2006 മാർച്ച് 2000. ഓക്കെ അല്ലേ? 29-ാം തീയതി മാർച്ച് 29-ന് എല്ലാവരും വന്നിട്ട് വിഷ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ എല്ലാവരും വിഷ് ചെയ്യുന്നതൊക്കെ. ദിയായുടെ ഹൂ നോസ് മീ ബെറ്ററിൽ ബാപ്പി പറഞ്ഞല്ലോ ഉപ്പ മരിച്ചത് എങ്ങനാണെന്ന്, എന്താണ് ആ സംഭവം? അത് വന്നിട്ട് ഉപ്പ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ബാപ്പാടെ
വാപ്പാടെ വാപ്പായും അല്ലെങ്കിൽ ഉമ്മാടെ വാപ്പായും ഒക്കെ ആട്ടോ ഉപ്പ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉപ്പാടെ മരിപ്പ്, അതായത് ഉമ്മച്ചിയുടെ വാപ്പ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ അന്ന് സംസാരിച്ചത്. അതാണ് ഉപ്പ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുറച്ചൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ഇനി വേറെ വാപ്പി വല്ലതും ഉണ്ടോ, അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അന്ന് കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഉപ്പ ആരാണെന്നൊന്ന് പറയുമെന്ന്. യൂട്യൂബ് ചാനൽ ഇൻകം വെച്ച് ചെയ്ത കാര്യങ്ങൾ ചെയ്തത് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഒന്നും ഇങ്ങനെ പബ്ലിക്കിൽ കാണിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കുറേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഓർത്ത് വെക്കാനായിട്ടാണെങ്കിൽ ഇത് ഈ ഒരു ചെയിൻ ഞാൻ എൻ്റെ 18th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇങ്ങനെ വാങ്ങിച്ചു വെച്ചതിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ പേരൻസിന് വേണ്ടിയിട്ടും അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് യൂട്യൂബ് ഇൻകം വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്കായിട്ടെന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ളത്. അന്നിട്ടത് അതിനുശേഷം ഊരിയിട്ടില്ല. ഓക്കെ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഫേവറേറ്റ് സീരീസ്, മൂവീസ്, സോങ്. സീരീസിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സീരീസ് എന്ന് പറയുന്ന സംഭവം ഒട്ടും അലൗഡ് അല്ല. കാരണം എനിക്കിപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടാൽ പല എപ്പിസോഡ് കാണുമല്ലോ, എനിക്ക് ആ ഒറ്റ ദിവസം ഇരുന്ന് ഫുള്ള് കാണണം. അതത്ര നല്ല ശീലമല്ലല്ലോ, അതിവിടെ പറ്റത്തില്ല. സീരീസ് ഇതൊന്നുമേ ഇവിടെ അലൗഡ് അല്ല. മൂവി കണ്ടോ, എത്ര വേണേലും സിനിമ കണ്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസ്പയർഡ് ആയിട്ടുള്ള യൂട്യൂബർ, എനിക്ക് ഇൻസ്പിറേഷൻ അങ്ങനെ ആരും യൂട്യൂബേഴ്സിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഓരോരുത്തരെയും കണ്ടൻസ് വെറൈറ്റിയാണ്. മീൻസ് ഇപ്പം എൻ്റെ ഇത് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ബ്യൂട്ടി ബ്ലോഗർ ടൈപ്പ് ആയിട്ടാണെങ്കിലും ഞാൻ ഫുഡിൻ്റെ ഇടുന്നുണ്ട്, ബ്രൈഡൽ വർക്കിൻ്റെ ഇടുന്നുണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് എൻ്റെ. അപ്പോൾ ഓരോരുത്തരും ഓരോ വെറൈറ്റി അല്ലേ. അപ്പോൾ എഡിറ്റിങ്, ചില ബ്ലോഗേഴ്സിൻ്റെയൊക്കെ എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡാൻസ് അല്ലെങ്കിൽ മീൻസ് പല പല ടൈപ്പ് കണ്ടൻസ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ നോക്കിയാൽ അതൊക്കെ ഇഷ്ടം. അല്ലാതെ എനിക്ക് ആരും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഇഷ്ടമുള്ള യൂട്യൂബേഴ്സ് കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ എന്താവാനാണ് ആഗ്രഹം എന്ന് വെച്ചാൽ കുറേ ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഇന്നതാവണം എന്നുള്ള ആഗ്രഹമൊന്നും മനസ്സിൽ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അതായത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടോ ആഗ്രഹിച്ചിട്ടോ തുടങ്ങിയതല്ല യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ ബ്രൈഡൽ വർക്ക്, ഇപ്പം ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതും ഒട്ടും പ്ലാനോ അതുപോലെ തന്നെ ഒരു ആഗ്രഹമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് എന്തോ എൻ്റെ വഴി അതാണെന്ന് തോന്നി ഞാൻ അങ്ങനെ അങ്ങ് പോയി. അത് പിന്നെ എൻ്റെ 100% എഫേർട്ട് ഞാൻ കൊടുത്ത് അതിനെ ഒരു നല്ല രീതിക്ക് കൊണ്ടുപോകുന്നു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തിനെങ്കിലും പാഷനേറ്റീവ് ആയ അതിൽ നമ്മുടെ 100% കൊടുക്കുക, നമ്മുടെ എല്ലാ എഫേർട്ടും അതിലിട്ട് അത് മുന്നോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകുക, അത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അംബീഷനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ജോബ് അതൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ഡിഗ്രി പഠിക്കുക, BA ഇംഗ്ലീഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ പഠിച്ചിറങ്ങുമ്പോൾ അതൊക്കെ അപ്പോഴത്തെ കാര്യമില്ല. അതാ ഞാൻ ഇപ്പോഴേ ഓരോന്നിങ്ങനെ എല്ലാം പറയുന്നില്ല. ഇൻഷാല്ലാ എല്ലാം വഴി അറിയിക്കാം. പഠിക്കുന്ന വലിയ സ്ഥലത്താണ്, പഠിക്കുന്നില്ല, ഹയർ, അതേ എനിക്ക് പറയാനുള്ളൂ. കോളേജ് ഫ്രണ്ട്സ് നെയിം, എനിക്ക് 2 പേരാണ് ഫ്രണ്ട്സ് കൂടെ എപ്പോഴും നടക്കുന്നത്. അനക, അമീറ എന്നാട്ടോ പേര്. ഒരാളിപ്പോൾ കോളേജ് മാറി പോവുക, നമ്മൾ രക്ഷപ്പെടുക. ഓക്കെ, ഒരാൾ കോളേജ് മാറി പോകുന്നിട്ട് ഇപ്പോൾ ഒരാൾ കൂടെ ഉണ്ട്. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കൂടുതൽ സീനിയേഴ്സും വേറെ ക്ലാസ് വേറെ ബാച്ചിലർ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ടാണ് കൂടുതൽ കമ്പനി. ഫാദേഴ്സ് ജോബ്, മുൻപ് പേരൻസ് അബ്രോഡ് ആയിരുന്നു. വാപ്പിയുടെ ജോലിയെ കുറിച്ച് പറയാം. വാപ്പി കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്, കോൺട്രാക്ടർ ആട്ടോ വീടിൻ്റെയൊക്കെ. ഇപ്പം പുനലൂരാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്തായിരുന്നു, അത് എൻ്റെ വീഡിയോസിലായിരിക്കും കാണാത്തത്. എറണാകുളത്തായിരുന്നു മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ വാപ്പി ഇവിടെ ഉണ്ട്, പുനലൂർ ബേസ് ചെയ്ത വർക്കൊക്കെ നോക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു മേക്കപ്പ് വർക്കും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് 2 പേരും വേണം എനിക്ക്, എങ്കിലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ വാപ്പി അതുകൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നോക്കുന്നത്. പിന്നെ ലേറ്റ് മാരേജ് ആയിരുന്നു അവർ, ഓർ ലേറ്റ് കമ്മർ ആണോ? ഞാൻ ലേറ്റ് കമ്മർ, നേരത്തെ പറഞ്ഞത് തന്നെ ഇതിങ്ങനൊരു കഥയുണ്ട്, അതാണ് ഞാൻ ലേറ്റ് കമ്മറും കൂടാണ്. പിന്നെ കല്യാണം കഴിഞ്ഞത് ഇവർ സമയത്തിന് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഉമ്മാക്ക് 22 വയസ്സും വാപ്പിക്ക് 25 വയസ്സിലും എങ്ങാണ്ടാണ് കല്യാണം കഴിക്കുന്നത്. ആ ഒരു ഏജിലാണ് 2 പേരും കല്യാണം. മീൻസ് കുറേ പേര് ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഹാമ്പേഴ്സും ബ്രൈഡൽ വർക്കും പിന്നെന്താ പഠിത്തവും എല്ലാം കൂടെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന്. സത്യം പറയാലോ പാടാ. എനിക്ക് 12th പഠിക്കുമ്പോഴേ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളവർക്ക് എനിക്ക് വലിയ പാടില്ലായിരുന്നു. ആ സമയത്ത് ഈ മേക്കപ്പ് ഫീൽഡ് ഞാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പോൾ വന്നിട്ട് അറ്റൻഡൻസ് മസ്റ്റാണ് എനിക്ക് ക്ലാസ് കോളേജിൽ. എനിക്കെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ നല്ല പാടാണ്. പക്ഷെ ഞാൻ എല്ലാം ബാലൻസ് ചെയ്യുന്നുണ്ട്. ബ്രൈഡൽ വർക്കിൻ്റെ ആണെങ്കിലും ഹാമ്പേഴ്സിൻ്റെ ആണെങ്കിലും ഉമ്മച്ചിക്ക് കേക്കിൻ്റെ വർക്കുണ്ട്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മീൻസ് ഒരു ബ്രൈഡിനെ ഒരുക്കാൻ പോകാൻ നടക്കത്തില്ല. ഉമ്മായും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെതായ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല, മാനേജ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. ഈ എക്സാം ഒക്കെ എത്തുമ്പോഴാണ് പണി കിട്ടുന്നത്, ഈ ബ്രൈഡൽ വർക്കും അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെഡ്ഡിങ് എത്ര ഏജിൽ വേണമെന്നാണ് ആഗ്രഹം?
എനിക്ക് വെഡിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമേ വന്നിട്ടില്ല. എത്ര വയസ്സിന് വേണമെന്നൊന്നും അല്ല, ഞാൻ എപ്പോഴാണോ ഓക്കെ ആവുന്നത്, ഇപ്പോൾ ഓക്കെ ആണോ, ഇപ്പോൾ വേണമെങ്കിലും ഞാൻ കെട്ടും, പക്ഷെ ഞാൻ ഓക്കെ ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ഏജെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴാണോ റെഡി ആകുന്നത് അതൊക്കെ പറയുന്നത് തന്നെ എനിക്ക് നാണം വരുന്നത്. എനിക്ക് കല്യാണമൊന്നും ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. നമ്മൾ എപ്പോഴാണോ ഓക്കെ ആവുന്നത് ആ സമയത്ത് കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പം തന്നെ ഞാൻ കുറേ ബ്രൈഡ്സിനെ ഒക്കെ ഒരുക്കുന്നുണ്ട്. എൻ്റെ സെയിം ഏജ് ഉള്ളവർ, അതായത് 18, 19 ഏജ് ഉള്ളവരെ പോലും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എപ്പോഴാണോ നമുക്ക് പക്വത അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ റെഡി ആകുന്നത് അപ്പോൾ കല്യാണം കഴിക്കാം, അതേ ഉള്ളൂ. അതായത് ഏജ് ഒന്നും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. പിന്നെ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഫീലിംഗ് എന്തായിരുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോഴുള്ള ഫീലിംഗ് എന്ന് പറയുന്നത്, പെട്ടെന്നാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതൊരു നോമ്പിൻ്റെ സമയത്തായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തത്. മീൻസ് വെക്കേഷനാണ്, +1 വെക്കേഷൻ സമയത്ത് ബോറടിച്ചിരുന്നപ്പോൾ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അത് അൽഹംദുലില്ലാ ഇവിടെ വരെ എത്തിയത്. ഫീലിങ്സ് നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോഴൊക്കെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോഴും എനിക്ക് കുറേ കുഞ്ഞു മക്കൾ വിളിക്കാറുണ്ട് സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഗൈസ്. അത് വേറൊരു ഫീലിംഗ്. നമ്മളെ ഇഷ്ടപ്പെടാൻ കുറേ ആൾക്കാരുണ്ട് എന്ന് അറിയുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ഒരു ബെസ്റ്റ് ഫീലിംഗ്. എപ്പോഴത്തെ പോലെ തന്നെ Q&Aയിൽ സ്ഥിരം കണ്ടുവരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ് ആണ്, കമ്മിറ്റഡ് ആണോ, റിലേഷൻ ഉണ്ടോ, ലൈൻ ഉണ്ടോ, സിംഗിൾ ആണോ, റിലേഷൻ ഇല്ലെങ്കിൽ റിലേഷൻ ആവാൻ താല്പര്യമുണ്ടോ, ഇങ്ങനത്തെ കുറേ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം നീട്ടാതെ ഞാൻ പറയാം. എനിക്ക് റിലേഷനൊന്നും ഇല്ല, കമ്മിറ്റഡ് അല്ല, സിംഗിളാണ്. പിന്നെ എന്താ ഇപ്പോൾ നിങ്ങൾ തന്നെ ചോദിച്ചിട്ടില്ലായിരുന്നു ഇതുപോലെ എല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ. മീൻസ് ബ്രൈഡലും പഠിത്തവും എല്ലാം കൂടെ. അതിൻ്റെ ഇടയ്ക്ക് കൂടി റിലേഷൻ്റെ കാര്യമൊന്നും ചിന്തിക്കാനുള്ള ടൈമും ഇല്ല, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുമില്ല ഇപ്പോൾ തൽക്കാലം. അപ്പോൾ കമ്മിറ്റഡ് അല്ല ഗൈസ്, അതാണ് എൻ്റെ ആൻസർ. പിന്നെയും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കമ്മിറ്റഡ് ആണോ, ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്നുള്ളതാണ്. ബോയ് ഫ്രണ്ട് ഇല്ല. പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പാർട്ട്ണറിനെ കുറിച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ആ ഒരു മീൻസ് നമ്മളുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോ മീൻസ് കല്യാണം അല്ലെങ്കിൽ ഇങ്ങനെ റിലേഷൻ അല്ലെങ്കിൽ എന്താ പാർട്ട്ണറിനെ കുറിച്ചിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് അതൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അത് വരുമ്പോൾ ഞാൻ എന്തായാലും അറിയിക്കാം ഗൈസ്. എനിക്കിപ്പോൾ അത് വന്നിട്ടില്ല. പിന്നെ ലവർ ഉണ്ടോ എന്ന് ചോദിച്ചു, ഇല്ലില്ല. കൂടുതലും അതാട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചോദിക്കാനുണ്ടോ? കഴിഞ്ഞ Q&Aയിലൊക്കെ തന്നെ സെയിം ഇത് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു. ഇനിയും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചു. പിന്നെ വന്നിട്ടുള്ള മെയിൻ കുറേ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഇത് Q&Aയിൽ ഇതിനകത്ത് ചോദിച്ചിട്ടില്ല, അല്ലാതെ കമൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജുനു ആരാണെന്നുള്ളത്, ഇഹ്സാൻ ആരാണെന്നുള്ളതും. ജുനു വന്നിട്ട് എൻ്റെ കസിൻ ബ്രദറാണ്, ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മോൻ കസിനാണ്. ഞാൻ ജുനു ആയിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നത്. ഷോർട്സിലും റീൽസിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കസിൻ ബ്രദർ ആട്ടോ, വേറൊന്നുമല്ല. കുറേ പേര് ചോദിച്ചു ലവറാണോ, അങ്ങനെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കസിൻ ബ്രദറാണ്. ഇഹ്സാൻ വന്നിട്ട് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മോനാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിൽ വരുന്ന ആ കുഞ്ഞു വാവ. അപ്പോൾ അവൻ കസിൻ സിസ്റ്ററിൻ്റെ മോനാട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഷോർട്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഉള്ളൂ. നമുക്കിനി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇട്ടിട്ടുള്ള കുറച്ച് ഫോട്ടോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. സെയിം തന്നെ ആയിരിക്കും, റിപ്പീറ്റഡ് തന്നെയാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട്സ് യുവർ പേരൻസ് ഒപ്പീനിയൻ ഓൺ ലവ് മാരേജ്? ഓക്കെ, ലവ് മാരേജിനെ കുറിച്ചിട്ടുള്ള വീട്ടിൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും വരുന്ന ആളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. വരുന്ന ആളെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്തുണ്ടെങ്കിലും ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ നല്ലതെന്നുള്ളത്. ഞാൻ കൂടുതലും പൊതുവെ ഇപ്പോൾ കാണുന്നത് ലവ് മാരേജ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ്, വളരെ കുറവാണ് അറേഞ്ച്ഡ് എന്ന് തോന്നുന്നു. ഇവിടുത്തെ കാര്യം എന്നെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ലവ് മാരേജ് എന്തെങ്കിലും ഇപ്പോൾ ലവ് ഉണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് അത്രയും ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ വിഷയമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ അത് അവരുടെ റിസ്ക്കാണ്. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസ്ക്കാണ്. അതുകൊണ്ട് രണ്ടും തൽക്കാലം ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകണം, അതാണ് എൻ്റെ പോളിസി. ഓക്കെ ഗൈസ്, നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. വല്ലാണ്ട് ക്ഷീണം തോന്നുന്നു ഇത് പറയുമ്പോൾ. ഉമ്മയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനാണോ അതോ വാപ്പയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണോ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പം സ്പെൻഡ് ചെയ്യാനാണ് അടിപൊളി. എനിക്കും വാപ്പയ്ക്കും കുറച്ച് പൊടിക്ക് ഇഷ്ടമാണ്. കാരണം ഉമ്മയെ ട്രോളുക, ഉമ്മയെ എന്തെങ്കിലുമൊക്കെ ചൊറിയുക എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും മെയിൻ ഹോബിയാണ്. പക്ഷെ വാപ്പയായിട്ട് സ്പെൻഡ് ചെയ്യാൻ നല്ല കേട്ടോ, വേറൊരു വൈബാ. ഉമ്മച്ചി വേറൊരു വൈബ്, രണ്ടുപേരും ഉള്ളപ്പം വേറൊരു വൈബ്. ഏത് അത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
കൂടെ ഡാൻസ് കളിക്കാറുള്ള ചേട്ടൻ ആരാണ്? കസിനാണോ? ഓക്കെ, ജുനുവിനെ കുറിച്ചാട്ടോ ചോദിച്ചിട്ടുള്ളത്. കസിനാണ്. വീഡിയോ അടിപൊളിയാ, കേക്ക് മേക്കപ്പ് എല്ലാം അടിപൊളിയാണ്, താങ്ക് യു. ചേച്ചിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സർപ്രൈസ്? എനിക്കിത് ഈ ഫോൺ കിട്ടിയത് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. 17ാം വയസ്സിൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ബർത്ത്ഡേക്ക് അത്യാവശ്യം സർപ്രൈസ് പ്ലാൻ ചെയ്യുന്ന ടീംസാണ് ഉമ്മായും മാപ്പിയും. പക്ഷേ ചിലപ്പോൾ ഒക്കെ വിശ്വസിപ്പിക്കും പരിപാടി കേക്ക് കട്ടിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടീസ് ഒന്നും ഇല്ലെന്ന്. പക്ഷേ സർപ്രൈസ് ഇങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ ഇതൊരു നല്ല സർപ്രൈസ് ആയിരുന്നു. പ്രപ്പോസൽ വന്നിട്ടുണ്ടോയെന്ന്? വന്നിട്ടൊക്കെ ഉണ്ട് ഗൈസ്, പ്രപ്പോസൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഹൂ നോസ് മീ ബെറ്റർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫസ്റ്റ് ക്രഷിൻ്റെ പേരും പല കാര്യങ്ങളും ഫസ്റ്റ് ക്രഷിനെ കുറിച്ച് അറിയാൻ ഇത്രയും ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്രഷ്, ഞാൻ പേര് പറയാൻ വരുന്നത്, പേര് ഞാൻ പറയത്തില്ല. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴായിരുന്നു. ഞാൻ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ ഇവൻ സ്കൂൾ മാറി അങ്ങ് പോയി ഗൈസ്. എൻ്റെ പിഞ്ച് മനസ്സിനെ എന്നെ വിഷമപ്പെടുത്തി. ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻസ്റ്റയിലൂടെ എനിക്കറിയാം, അല്ലാതെ വേറെ കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു ഫസ്റ്റ് ക്രഷ് എനിക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോഴാണ് അത് പറയാൻ ചാൻസ് കിട്ടിയത്. ദിയ ചെറിയ ഏജ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ പേരൻസിന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റ് ഏതാണ്? പിന്നെ പേരൻസിൻ്റെ ലൈഫിൽ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഓക്കെ, പേരൻസിന് ഏറ്റവും ഹാപ്പി ആയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ 15 വയസ്സ് തൊട്ട് ഹാമ്പേഴ്സും അങ്ങനെ കുറച്ച് പൈസ കിട്ടാനുള്ള, അതായത് മണി ഏൺ ചെയ്യാനുള്ള കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഹാമ്പേഴ്സൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ മീൻസ് നമ്മളുടെ മെയിൻ ഈ പഠിക്കുക എന്നുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ജോലി വേണം, അത്യാവശ്യം നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത് മെയിൻ ഒരു ഘടകമാണ്. അതെന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി വാങ്ങി തന്നെ പൈസ സമ്പാദിക്കുക എന്നുള്ളത് മീൻസ് അതൊരു ലക്കും കൂടെ ആട്ടോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതൊക്കെ ഒരു ലക്കുമാണ്. അത് തന്നെ വേണമെന്നില്ല, നമ്മൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതാണല്ലോ നമ്മുടെ പേരൻസ് ആഗ്രഹിക്കുന്നത്. അതെന്തായാലും അവർക്ക് ഈ നിമിഷം വരെ ഞാൻ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഞാൻ പണികൾ ചെയ്ത് ഏൺ ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെ അവർക്ക് വലിയൊരു സന്തോഷം തന്നെ. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിന്നെ പേരൻസിന് ലൈഫിൽ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈ ഒരു പ്രസൻസ് ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളതാണ്. മീൻസ് എനിക്കിപ്പോൾ വേണമെങ്കിൽ വേറെ പുറത്തോട്ട് പോയി കോളേജിൽ പഠിക്കാമായിരുന്നു, അല്ലെങ്കിൽ മാറി നിന്ന് ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കാം. പക്ഷേ എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഇവരുടെ കൂടെ ഞാൻ നിന്നാലേ ഇവർ ഹാപ്പി ആയിട്ടിരിക്കൂ. പ്രത്യേകിച്ച് ഞാൻ ഒരാളെ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഇപ്പോൾ 12th കഴിഞ്ഞ ഉടനെ പഠിക്കാൻ വേറെ പോവുക, ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വളർച്ചയും ഈ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ഇതൊക്കെ അവർ കാണണമല്ലോ. എനിക്ക് മീൻസ് കോളേജ് വേറെ പോയി നിന്ന് പഠിക്കുന്നത് മോശമാണെന്നല്ല, എനിക്ക് എൻ്റെ ഒരു ഇത് പറയാം, എനിക്ക് ഇവരുടെ കൂടെ നിൽക്കണം, എൻ്റെ എല്ലാ ഓരോ കാര്യങ്ങളും ഇവരറിയണം എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചുരുക്കി പറയാനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു പ്രസൻസ് ആണ് മെയിനായിട്ട്. പിന്നെ നാളത്തെ കാര്യം എല്ലാം പഠിച്ചോണ്ടേയില്ല, അതങ്ങനെ പോവും. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രസൻസ് ഇവർക്ക് കൊടുക്കുക, സന്തോഷം വാരി വിതറുക, അതൊക്കെ ഉള്ളൂ. എൻ്റെ ഈ ഇങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. അതാണ് എനിക്ക് കാണാൻ ഇഷ്ടവും. സിസ്റ്റേഴ്സ് ഉണ്ടോ? സിസ്റ്റർ ഉണ്ടെങ്കിൽ നെയിം എന്താ? സിസ്റ്റർ ഇല്ല ഗൈസ്, ഞാൻ ഒരാളെ ഉള്ളൂ. ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇതൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ ഇഷ്ടമെന്ന് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും എനിക്ക് രണ്ടും ആയാലും എന്താണേലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഓക്കെ ആയിരിക്കണം. ഞാൻ അങ്ങനെയാണെങ്കിൽ എന്താണേലും ഓക്കെയാണ്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ കൂടുതലും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കണ്ടു. ബ്രേക്കപ്പായി ഡിപ്രഷൻ അടിച്ചിരിക്കുക, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാമോ? ഇത് 1 മാസം മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് ഓക്കെ വേണ്ട, അല്ലെങ്കിൽ അത് ഓക്കെ അല്ല എന്നുള്ളത് കൊണ്ടല്ലേ അത് ആ ഒരു ഒഴിഞ്ഞു മാറി പോകുന്നത്. അപ്പം നമ്മൾ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. മോട്ടിവേഷനായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിലായിട്ട് എൻഗേജ്ഡ് ആവുക, ബിസി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതൊന്നുമേ ഓർക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടത്തില്ല. എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആവുക. ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പഠിക്കുന്ന കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇതൊന്നുമേ നമുക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. പിന്നെ ബ്രേക്കപ്പ് ആകുമ്പോൾ ഓക്കെ, സ്വാഭാവികമായിട്ട് വിഷമം വരും. അത് നമ്മളെ കൊണ്ടേ പറ്റൂ നമുക്കത് മാറ്റാനായിട്ട്. നമ്മളെ സ്വന്തമായിട്ട് നമുക്ക് എന്താണോ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി നമ്മളത് ചെയ്യുക, അതേ ഉള്ളൂ. സ്റ്റഡി റുട്ടീൻ കാണിക്കൂ എന്നുള്ളത് ഗൈസ്, നിങ്ങൾക്ക് ചാനൽ മാറിപ്പോയി. നിങ്ങൾ സ്റ്റഡി റുട്ടീൻ ചോദിക്കേണ്ട ചാനൽ ഇതല്ല. അത് കുറച്ചുകൂടി സ്റ്റഡി ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഈ ടേബിൾ ഉണ്ടല്ലോ,
ഈ ലൈറ്റൊക്കെ ഇരിക്കുന്നത്. ഇവിടെ എൻ്റെ സ്റ്റഡി ടേബിളാണ്. പക്ഷെ ഞാൻ ഇതുവരെ എത്രയോ വർഷമായി ഇത് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് പഠിച്ചിട്ടില്ല. ഞാൻ പഠിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പഠിക്കും, എപ്പോഴെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കും. അങ്ങനെ റുട്ടീനും കാര്യങ്ങളൊന്നും ഇല്ല. BA ഇംഗ്ലീഷ് എങ്ങനെയുണ്ട്? ഈ കോഴ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മികച്ച അഭിപ്രായമാണ് BA ഇംഗ്ലീഷിനെ കുറിച്ച്. ഗൈസ്, ഞാൻ BA ഇംഗ്ലീഷ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കോഴ്സാണ് ഞാൻ സെലക്ട് ചെയ്തത്. പക്ഷേ 4 ഇയർ കോഴ്സ് വന്ന് തലയ്ക്ക് മീതെ ഇരിക്കുന്നത് കൊണ്ട് BA ഇംഗ്ലീഷ് ആണോ ഇപ്പോൾ പഠിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഡൗട്ടാണ്. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ, ഇനിയില്ല. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാൻ എല്ലാം നോക്കിയതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഷോർട്സിലുമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊക്കെയായിരുന്നു. ഇതിൽ ഇനി ഞാൻ മാക്സിമം അരിച്ചു പറക്കി നോക്കി, പക്ഷേ ഇതിൽ കൂടുതൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞെന്നാണ് എൻ്റെ ഒരു ഇത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് പോലും ഞാൻ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഞാൻ എന്തായാലും ചെയ്യാം, വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നെക്കുറിച്ച് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ കാര്യങ്ങളും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസംബർ 31 ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റെസൊല്യൂഷൻസ്, നടക്കാത്ത റെസൊല്യൂഷൻസോ അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കഠിനമായിട്ട് ഇന്നതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഞാനിതുവരെ റെസൊല്യൂഷൻസ് ഒന്നും സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.